നമസ്കാരം. ജീവിതത്തിൽ പണത്തിനായി ഒരിക്കലെങ്കിലും ബുദ്ധിമുട്ടാത്തവർ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. എത്ര തന്നെ പണക്കാരനായിരുന്നാലും ഒരു 10 രൂപ മറ്റുള്ളവരോട് കടം പറഞ്ഞാൽ ആ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. നിങ്ങളെപ്പറ്റി അവർക്കുണ്ടായിരുന്നതായ ഇമേജ് തന്നെ മാറുന്നതുമാണ്. ഇത്തരത്തിൽ പണം കയ്യിൽ കരുതാത്തതിനാൽ വിഷമിച്ചവർക്കും പണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ എന്തുണ്ടായാലും അവനവന്റെ ആവശ്യത്തിനായി പണം ഇല്ലാതെ വരുന്നത് വ്യക്തിഹത്യക്ക് തന്നെ കാരണമായി തീരാവുന്നതുമാണ്. പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ അനേകം പേർ ഉണ്ടായി എന്ന് വരാം. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ നിങ്ങളെ സഹായിക്കാൻ പലരും തയ്യാറായി എന്ന് വരാം. എന്നാൽ പണം ഇല്ലാത്തതായ അവസ്ഥയിൽ എത്ര തന്നെ അടുത്ത ബന്ധുവും നിങ്ങളോടുള്ള സമീപനം മാറ്റുവാനുള്ള അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാകുന്നു. ചിലപ്പോൾ നിങ്ങളെ കാണാത്ത രീതിയിൽ മുഖം തിരിച്ച് നടന്നു എന്ന് വരാം. ഒരു വ്യക്തിയെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യണം എങ്കിൽ അവർക്ക് പണം അനിവാര്യമാണ് എന്ന് സമൂഹം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. മറ്റുള്ളവരോട്, അത് സ്വന്തം മക്കളോടായിരുന്നാൽ പോലും പണം ചോദിക്കുന്നതിന് ഒരു കണക്കുണ്ടാകുന്നതാണ്. ഇത് ചിലപ്പോൾ നമ്മെ മാനസികമായി തകർത്തു കളഞ്ഞു എന്ന് വരാം. ഇങ്ങനെ ഒരു കാര്യം പകൽ പോലെ വ്യക്തമായ വാസ്തവം തന്നെയാണ്. പണ്ടത്തേക്കാൾ ഇപ്പോൾ ഇത്തരം അവസ്ഥ പെട്ടെന്ന് പുറമെ കാണിക്കുകയും ആ സാഹചര്യം വ്യക്തമാവുകയും ചെയ്യുന്നതാണ്. ഇനി പണം നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള ഒരു അത്ഭുതകരമായ മാർഗത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. പണത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ആദ്യം തന്നെ പണം കയ്യിൽ വരുമ്പോൾ എപ്രകാരം നാം സൂക്ഷിക്കണം എന്നാണ് ആദ്യമേ അറിയേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പണം കയ്യിൽ നിലനിൽക്കൂ എന്നതാണ് വാസ്തവം. അവിടെയും ഇവിടെയും ഒരിക്കലും പണം വയ്ക്കുവാൻ പാടുള്ളതല്ല. അതായത് ഓർമ്മയില്ലാതെ അലക്ഷ്യമായി എവിടെയെങ്കിലും വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പലർക്കുമുള്ള സ്വഭാവമാണ് കുറച്ചു പണം ഷെൽഫിൽ, കുറച്ചു പണം പേഴ്സിൽ, ഇങ്ങനെ പല ഇടങ്ങളിലായി വയ്ക്കുന്നതാണ് ശീലം. ചിലപ്പോൾ ആവശ്യത്തിനായി പണം എടുക്കുന്നതിനാകാം. എന്നിരുന്നാൽ പോലും ആവശ്യത്തിന് ശേഷം മിച്ചം വരുന്ന പണം തിരികെ വയ്ക്കുന്ന ഇടത്ത് തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പണത്തെ ബഹുമാനിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരും എന്നുള്ളതാണ്. പണം അതിനാൽ കൃത്യമായി തന്നെ സൂക്ഷിക്കണം. എപ്പോഴും വലിയ നോട്ടിന് മുകളിൽ ചെറിയ നോട്ട് എന്ന രീതിയിൽ വൃത്തിയായി തന്നെ പണം വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭം. അതേപോലെ ചില്ലറയും നോട്ടും ഒരുമിച്ച് വയ്ക്കാതെ സെപ്പറേറ്റ് ആയി വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം. ഇവ ഒരുമിച്ചല്ല വയ്ക്കേണ്ടത് എന്നതാണ് വാസ്തവം. പണം നാം ഓരോ തവണയും നിത്യവും വയ്ക്കുന്ന ഇടത്ത് വയ്ക്കുമ്പോൾ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഇത്രയും തരം അത് 1 രൂപ നാണയമാണ് എങ്കിൽ പോലും വയ്ക്കുമ്പോൾ മനസ്സിൽ ഈ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയോട്, കുലദേവതയോട് നിങ്ങൾ നന്ദി പറയുക. ഇത്രയും ധനം തനിക്ക് നൽകിയതിന് നന്ദി എന്ന് മറക്കാതെ പറയണം. കാരണം പണത്തിനായി ഒരുപാട് വ്യക്തികൾ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ ആ ധനം അത് ചെറുതാണ് എങ്കിൽ പോലും അത് ദേവിയുടെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ നന്ദി പറയണം. പൊടി വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. വൃത്തിയായി തന്നെ നിത്യവും തുടച്ച് വൃത്തിയാക്കിയ ഇടത്ത് പണം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിനും പല വിധത്തിലും ധനനഷ്ടം സംഭവിക്കുന്നതിനും ധനം കൈകളിൽ വരാത്തതിനും കാരണമായി തീരും. അല്ലെങ്കിൽ വന്ന പണം പെട്ടെന്ന് നഷ്ടമായി പോകുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു എന്ന് വരാം. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും. പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കാം. ലോ ഓഫ് അട്രാക്ഷനിൽ വ്യക്തമായി തന്നെ പരാമർശിക്കുന്ന കാര്യം
നിങ്ങൾ എന്തിനെ ഒരുപാട് സ്നേഹിക്കുന്നു, ഭയക്കുന്നു, അത് ജീവിതത്തിൽ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. ഈ കാരണത്താൽ പണത്തെ നാം എപ്പോഴും സ്നേഹിക്കുക, എന്നാൽ കടത്തെ ഭയക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. എന്നാൽ കടം ജീവിതത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി അകലുകയും ചെയ്യും. അതിനാൽ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടാൻ പാടുള്ളതല്ല. ഇനി അത്യാവശ്യ ഘട്ടത്തിൽ പണം, അതൊരു വ്യക്തമായ തുക ആവശ്യമായി വരുമ്പോൾ ഈ ചിത്രത്തോടൊപ്പം ഒരു കോഡ് എഴുതുന്നതിലൂടെ പെട്ടെന്ന് തന്നെ പണം നിങ്ങളുടെ കൈവശം വന്നു ചേരുവാൻ സഹായകരമായി തീരും എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ഇനി വ്യക്തമായി തന്നെ പരാമർശിക്കാം, അഥവാ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഈ കാര്യം എഴുതുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് ആദ്യം പരാമർശിക്കാം. ഇരു കൈയും വൃത്തിയായി തന്നെ നിങ്ങൾ കഴുകേണ്ടതായിട്ടുണ്ട്. ശേഷം പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യം കൊണ്ട് കൈ ഒന്ന് ഉരസുക. ഇരു കൈകളും റബ്ബ് ചെയ്യുക. അതായത് സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് പോസിറ്റീവ് ഊർജം നിങ്ങളുടെ കൈകളിൽ വർദ്ധിപ്പിക്കുക. ചെറിയ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ ഇനി പറയുന്നതായ ചിത്രം, നമ്പർ നിങ്ങൾ കൈകളിൽ എഴുതേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിവേഗം പണം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ഇത് പണം അട്രാക്ട് ചെയ്യാനുള്ള രഹസ്യമായ ഒരു മാർഗം തന്നെയാകുന്നു. സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപാണ് എങ്കിലും ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ശുക്രഹോര സമയത്ത് നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഈ സമയങ്ങളിൽ വിശ്വാസത്തോടെ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഉടനെ ഫലം നിങ്ങൾ വിചാരിക്കുന്ന സമയത്തിന് മുൻപായി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അഥവാ മുൻപായി പണം നിങ്ങളുടെ കൈവശം വന്നു ചേരും എന്നാണ് പറയുക. അത് നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം തന്നെയായിരിക്കും. വെറുതെ അല്ല പണം വരിക എന്ന കാര്യവും ഓർക്കണം. കാരണം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തരാം. അത് ബിസിനസ് ആകാം, തൊഴിലാകാം, അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തരാം. പണം സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പണം പല വഴികളിലൂടെയും വന്നു ചേരാം. ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. എപ്രകാരമാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഇടത്തെ കൈയിൽ ഉള്ളംകൈയിൽ, അതായത് നിങ്ങളുടെ ഇടത്തെ കൈയിലെ ഉള്ളംകൈയിൽ ചുവന്ന മഷിയിലാണ് ഈ ചിഹ്നം വരയ്ക്കേണ്ടത്. പണത്തെ യൂണിവേഴ്സിന്റെ സഹായത്തോടെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനും സൗഭാഗ്യം, പോസിറ്റീവ് എനർജി ജീവിതത്തിൽ വന്നു ചേരുവാനും ഇതിലൂടെ സഹായകരമായി തീരുന്നു. ശേഷം കൈപ്പത്തിയുടെ താഴെ, അതായത് കൈപ്പത്തിയുടെ താഴത്തെ ഭാഗം, അതായത് വാച്ച് കെട്ടുന്ന ഭാഗത്ത് ഈ നമ്പർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്പർ 7126 അതായത് 7126 എന്ന നമ്പർ. ഈ നമ്പർ അഥവാ ഈ ടെക്നിക് നിങ്ങൾ യൂസ് ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി തീരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതായ ഫലം ലഭിക്കുന്നതല്ല. ചുവന്ന മഷി കൊണ്ടാണ് ഈ നമ്പർ എഴുതേണ്ടത് എന്ന കാര്യം ഓർക്കണം. എന്നാൽ നീല, പച്ച, കറുത്ത മഷി മറ്റേതു നിറവും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ചുവന്ന മഷി മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ. ശരീരശുദ്ധി നിർബന്ധമില്ല എങ്കിലും കഴിവതും കുളിച്ച് മഞ്ഞ അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം അണിഞ്ഞതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. മുഷിഞ്ഞ വസ്ത്രം നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. ഏകാഗ്രത നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. കീറിയ വസ്ത്രം നിങ്ങൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇപ്രകാരം സിംബൽ വരച്ച്
നമ്പർ എഴുതിയതിനു ശേഷം നാം എത്ര പണമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആവശ്യം 10,000 രൂപയായിരിക്കാം. നിങ്ങളുടെ ആവശ്യം ആ പണം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ഈ ചിത്രത്തിലേക്ക് ഏകാഗ്രതയോടെ സൂക്ഷിച്ചു നോക്കുക. 2 മിനിറ്റ് നിങ്ങൾ അപ്രകാരം ചെയ്യണം. ഇതുകൂടി ചെയ്താൽ ഈ ടെക്നിക് പൂർണ്ണമായി എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചെയ്യാതെ ഇപ്രകാരം നിങ്ങൾ രഹസ്യമായി തന്നെ ചെയ്യണം. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഈ കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഫലം നൽകില്ല എന്നുള്ളതാണ്. ഭയം, സംശയം, അസൂയ, പുച്ഛം, ഇത്തരത്തിൽ നെഗറ്റീവായ ഇമോഷൻസ് ഈ കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ വരാൻ പാടുള്ളതല്ല. ഫലം ലഭിക്കില്ല എന്ന് നിസ്സംശയം പറയാം. പൂർണ്ണ സന്തോഷത്തോടെ താൻ ആഗ്രഹിച്ച പണം ലഭിച്ചു എന്ന് ചിന്തിച്ച് ഈ കാര്യം നിങ്ങൾ ചെയ്യുക. അതിവേഗമായിരിക്കും നിങ്ങൾക്ക് ഫലം ലഭിക്കുക എന്നുള്ളതാണ്. ഏവരും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക.